അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണ് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാകുമെന്നറിയാം. അതുകൊണ്ടാണ് കേട്ടോ പറയണത്. ഇപ്പോൾ ഒന്നരാടേക്കണം കേട്ടോ വീഡിയോ. കാരണം എന്നിപ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെയല്ലേ, അല്ലാത്ത പുതിയ പുതിയ കണ്ടൻറ്റുകളൊന്നും ഞമ്മക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്നത് തന്നെ ആകുമ്പോൾ നിങ്ങൾക്കൊരു വെറുപ്പല്ലേ ഈ കാരണം വീഡിയോ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നരാടാക്കിക്കുന്നത്. നമ്മളാരും വെറുപ്പിച്ചരുതല്ലോ, അത് കരുതിയിട്ട്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പോൾ നമുക്ക് ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചീയപ്പം എന്താണെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാകില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ നീർദോശല്ലേ, കട്ടില്ലാത്ത അപ്പം, അതാണ് കേട്ടോ. നമ്മളെ പച്ചരി അരച്ചിക്കാണ്ട് പാരുന്ന അപ്പം, അതിനാണ് നമ്മൾ ചീയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അരിയൊക്കെ ഇതാക്കണം നല്ല ഉസാറായിട്ട് കേകി കൊണ്ടുവന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ ചുടുമ്പോൾ എന്താണെന്ന് പറയുക, കുറച്ച് ചുടുവെള്ളം പാരും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അപ്പം നന്നാവില്ല കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, ഒരു ഒട്ടലേക്കാരം കേട്ടോ നമ്മളെ ദോശക്ക്. അപ്പോൾ ഞാൻ ഏതായാലും അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. ചായക്ക് വെള്ളം വെച്ചിക്കണമല്ലോ, അപ്പോൾ അതിന് ഒരു പൊടിയോളം വെള്ളം നമുക്ക് മുക്കാം. പിന്നെ മോട്ടറൊന്നും ഇട്ടിക്കണം കേട്ടോ, ടാങ്കൊന്ന് നിറച്ചേക്കണം. കറണ്ട് എപ്പോഴാണ് പോകുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം കുറേ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഇതാക്കണേ, നമ്മൾ അടുപ്പിലൊന്ന് തിരിച്ചുവിട്ടാന്ന് വിചാരിച്ചു വിട്ടാം. അപ്പോൾ നമുക്ക് ചീയപ്പാണല്ലോ, അത് നമുക്ക് ഗ്യാസുമ്മ ചുട്ടാൽ നമ്മളെ ചട്ടി ഉണ്ടല്ലോ നല്ലോണം കേട്ടോ, ആ നടുഭാഗം മാത്രം ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് കൂട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഇന്ന് അടുപ്പത്ത് തന്നെ തിരിച്ചു വിട്ടാന്ന് കരുതി. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ നമ്മൾ അടുപ്പത്ത് തിരിച്ചു കൂട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായിട്ടില്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് തിരിച്ച് മൂട്ടിയെടുക്കാം. അപ്പം വെണ്ണൂറൊക്കെ ഒന്ന് വാരി ഞാൻ കുറേ കടലാസുകളൊക്കെ ആ ചോട്ടിൽ കൊണ്ടുപോയിടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇമ്മയും ബാപ്പിയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് മക്കളെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അടിച്ചൊരു വൃത്തിയാക്കണം. കാരണം കിട്ടുന്ന പേപ്പറുകളും കടലാസുകളും പിന്നെ ചട്ടയും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുപോയിടുക കേട്ടോ. കാരണം ഇങ്ങനെ തിരിച്ച് പിടിപ്പിച്ചാനും വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടും. ചിലപ്പോൾ എന്താണെന്നറിയാം, ഇങ്ങനെ തിരിച്ച് പിടിപ്പിച്ചുമ്പോഴേക്കാരം ഒരു കടലാസും കണ്ടും തിരഞ്ഞ് അങ്ങനെ നടക്കുക. അപ്പോൾ കിട്ടണതൊക്കെ അങ്ങനെ അതിൻ്റെ ചുവട്ട് കണ്ടുവിടും കേട്ടോ. ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും കണ്ട് കടലാസോട് കണ്ട് നിറഞ്ഞിക്കണ്. അതാ ഞാൻ പറഞ്ഞത് ഇമ്മയും ബാപ്പയും അല്ലാത്ത എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി അതൊന്ന് വൃത്തിയാക്കി ഇടണം ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ തിരിച്ചൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അപ്പച്ചട്ടി ഒന്ന് മോറി കൊണ്ടുവന്നിക്കണുണ്ട്. അപ്പോൾ ഇതാക്കണേ ചായൻ്റെ വെള്ളം ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം ഞാൻ മുക്കി വെച്ചിക്കണം കേട്ടോ, നമുക്ക് ആ അരി അരച്ചിക്ക് പാരാൻ. അപ്പോൾ എന്താണെന്ന് അറിയാം, ചിലവർ അരി അരക്കുമ്പോൾ ചൂടുവെള്ളം പാരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ ആദ്യം ഈ ചൂടുവെള്ളം പാർന്ന് ചേലായതുകൊണ്ട് ഇപ്പോൾ ഈ ചൂടുവെള്ളം പാറാഞ്ഞാൽ ഒരു പൊറുതിയിടാണ് കേട്ടോ, അല്ലെങ്കിൽ ആ അപ്പത്തിന് ഇങ്ങനെ ഒരു ഒട്ടലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ തിരിച്ചൊക്കെ നല്ല ഉസ്സാറായിട്ട് കത്തണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കത്തൂലിയാവോന്നൊക്കെ, കുറേ ദിവസമായിക്കണല്ലോ തിരിച്ചു കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ അപ്പച്ചട്ടിയൊക്കെ ഒന്ന് വെച്ചിക്കണം. അപ്പച്ചട്ടി വെച്ചു എന്നപ്പോൾ ചട്ടി നല്ലോണം ചൂടായിക്കണം കേട്ടോ. കണ്ടില്ലേ നമ്മളെ ചട്ടി നല്ലോണം ചൂടായിൻ്റെ ആ ആവി ഇങ്ങനെ പറക്കണുണ്ട്. നമുക്ക് ഇനി എണ്ണ വെച്ച് വെക്കാം. അപ്പോൾ എണ്ണ എടുത്ത് വെച്ചപ്പോൾ തക്കണ തിരിച്ചാണ് പാളിയിട്ടാം. അപ്പോൾ ഞാൻ ആകെ പേടിച്ചു കേട്ടോ, പൊള്ളുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ ഇല്ല, നമ്മൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഈ വലിയ വലിയ ഷെഫുമാരൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ തീ കണ്ടില്ലതൊക്കെ അതേപോലെ ഉണ്ടായിക്കണം കേട്ടോ. അപ്പം ഓല കൂട്ടാണ്ടാക്കുമ്പോഴാണ് തിരിച്ചെത്തിയത്, നമ്മൾ അപ്പം ചുട്ടപ്പോഴാണ് കേട്ടോ തിരിച്ചെത്തിയത്. അപ്പം അങ്ങനെ ഇതാക്കണേ, നല്ല അടിപൊളിയായിട്ട് തന്നെ സൂപ്പറായിട്ടുള്ള ചീയപ്പം റെഡി ആയിക്കണേ. ഇനി അതിക്ക് നമ്മൾ ചാറുണ്ടാക്കണത് ചട്ടിനി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയില്ല അപ്പം ഇതേപോലെ തന്നെ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. നമ്മളെ തിരിച്ച് നല്ലോണം കത്തുണ്ട് കേട്ടോ. തിരിച്ച് ഏറിയാലും കുഴപ്പമാണ്, ഇല്ലെങ്കിലും കുഴപ്പമാണ് പറഞ്ഞല്ലേ. ഒരു നാക്കിൽ അങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ പോകണം, എന്നെങ്കിലേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ, അപ്പമൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ റെഡി ആകട്ടെ. അങ്ങനെ അപ്പമൊക്കെ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞേക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറ്റിനില്ല വെള്ളം വെക്കണം. അപ്പം ചോറ്റിനും തന്നെ വെള്ളം വെച്ചിട്ട് കുറേ ദിവസമാക്കണം കേട്ടോ ചോറ്റിന് അടുപ്പത്ത് വെച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടല്ലേ, ഒരു 20 അരി ഇങ്ങനെ വെച്ച് തിരിച്ച് ഇങ്ങനെ കത്തിച്ച് നിൽക്കണ്ടേ. അപ്പം തിരിച്ച് കത്തണീന് മുതലാണ്ട് മക്കളെ. അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസുമ്മ വെച്ചാൽ എന്താണെന്നറിയാം, അതൊന്ന് തിളച്ച് നെല്ലൊക്കെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഊറ്റി കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസുമ്മക്ക് അങ്ങനെ പോണത് കേട്ടോ.
അങ്ങനെ ചോറ്റിനില്ല തണിയും തീമട്ടിക്കണേ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ, ചൂടായിക്കോട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് ചട്ടിനി ഉണ്ടാക്കണമല്ലോ. അതിനുള്ളൊരു തേങ്ങ നമുക്ക് പൊളിച്ചെടുക്കാൻ കേട്ടോ. ഇപ്പം തേങ്ങ എടുക്കുമ്പോൾ വല്ലാത്ത പേടി കേട്ടോ. കാരണം തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയാണ്. കാരണം പുടുത്തം വിട്ട വിലയാണ്. അതുകൊണ്ട് തന്നെ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ പാരുമ്പോൾ കജിനൊരു വിറയലാണ് കേട്ടോ. ഒരു തേങ്ങ പൊട്ടിച്ചാണെങ്കിൽ 2-3 ദിവസമൊക്കെ നമ്മൾ ഒപ്പിച്ചണം കേട്ടോ, എന്നെങ്കിലേ ശരിയാകുള്ളൂ. അപ്പോൾ കടുകും കരിയേപ്പും ഇട്ട് പിന്നെ മുളകും പൊടി ഇട്ടിക്കണം കേട്ടോ. നമ്മൾ ചട്ടിനിക്ക് പച്ചമുളകില്ല, ഇനി ആകെ 2-3 ഉള്ളൂ. അപ്പോൾ അതിട്ടപ്പോൾ എരിവില്ല. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു കുറച്ച് മുളകും പൊടിയും പാടെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ചട്ടിനി ആകുമ്പോൾ കുറച്ച് എരിവ് വേണം, അല്ലെങ്കിൽ ചാറ് തികയില്ല കേട്ടോ, എരിവില്ലെങ്കിൽ. അങ്ങനെ ചട്ടിനിയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഇതാക്കണേ, മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയേക്കണേ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയല്ല കേട്ടോ, നല്ല വെയിലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പൊളിഞ്ഞിട്ടുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പേടി കഴിഞ്ഞിട്ടോ നമുക്ക്. കാരണം നമ്മളെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായതൊക്കെ ആണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇട്ടിക്കണേ. നമ്മളെ കുടുംബത്തുനിന്നും ഒരുപാട് ആൾക്കാർ മരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അത് പറഞ്ഞ് സങ്കടപ്പെടാൻ ഞാനില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, മുറ്റൊക്കെ അടിച്ചു വാരി അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങനെ അടിച്ചു വാരി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാക്കണേ നമ്മളെ കുട്ടി വണ്ടി അയ്യതാണ് കേട്ടോ, ഓസ്. അപ്പോൾ ആ ഓസ് ഒന്ന് അങ്ങനെ തന്നെയാണ് ഇട്ട് പൊയ്ക്കണമാകാം. അപ്പോൾ ഞാനതൊന്ന് ചുരുട്ടിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മിറ്റടിച്ചോരി കഴിഞ്ഞപ്പോഴാണ് വൈതലങ്ങ ഉണ്ടായത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ അതങ്ങനെ മരത്തുമ്മ വെച്ച് നിന്നാൽ അതങ്ങനെ മൂത്ത് പോകും. അപ്പം അത് പറിച്ചിട്ട് നമുക്ക് ഉപ്പേരി വേണമെങ്കിൽ വെക്കാമല്ലോ. വെറുതെ എന്തിനാ മൂത്ത് കളയണേ കരുതിയിട്ട് അതും പറിച്ച്, പിന്നെ ഒരു പയറുണ്ടേനി അത് പറിച്ച്, പിന്നെ കുറച്ച് മുളകുണ്ട് അതങ്ങനെ പറിച്ചാണ് കേട്ടോ. അപ്പോൾ ചട്ടിനി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ റബ്ബേ അയിമുണ്ടായിനല്ലോ മുളക്, അത് പറിച്ചാൽ മതി നീന്ന് കരുതിയത്. പിന്നിപ്പം പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമല്ലല്ലോ, മുളകും പൊടി ഇട്ടുകൊണ്ട് ചട്ടിനി ഉണ്ടാക്കിയില്ലേ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ വൈതലങ്ങി പച്ചമുളകും പയറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് അവിടെ വെച്ചു. ഇനി നമുക്കുണ്ടല്ലോ പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണം, പിന്നെ നമുക്ക് ചോറ്റ് കൂട്ടാനും വേണം കേട്ടോ. ഇന്നിപ്പോൾ ഒരു മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, മീനോ ഇറച്ചിയോ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഈ പപ്പടം പൊരിച്ചിട്ടേ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി മീൻകാരൻ കാക്ക വരികയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് മാങ്ങാമെന്ന് കരുതിന് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞാപ്പാക്ക വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസം അയക്കണം കേട്ടോ. എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കൂടിയാടില്ല ഇയാളെ, മീനിന് വില കൂടിയിട്ടോ എന്താണാവാം, ഇങ്ങോട്ട് എത്തലില്ല കേട്ടോ. നമ്മളെ കുഞ്ഞാപ്പാക്ക വരും കരുതിയിട്ട് വേറെ മീൻകാരെത്തുന്ന നമ്മളൊറ്റ മീൻ വാങ്ങലുമില്ല. കിട്ടണത് നമ്മളെ കുഞ്ഞാപ്പാക്കാക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. 10 റുപ്യ കിട്ടുകയാണെങ്കിൽ അത് എഴുതിയിട്ടാണ് നമ്മൾ ആ കാക്കാനെ ഇങ്ങനെ കാത്തിക്കണത്. അപ്പോൾ ആ കാക്ക നമ്മളെ പറ്റിച്ചാണ് എന്തപ്പോൾ കാട്ടണത്. എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കണം എത്തങ്ങൾ വരാഞ്ഞേന്നുള്ളത്. അങ്ങനെ ഇതാക്കണേ ഞാൻ കുട്ടികൾക്കുള്ളത് പിന്നെ കൂട്ടാൻ പാത്രത്തിലാക്കിക്കണം കേട്ടോ. ഞോൽക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഞോലങ്ങോട്ട് മാറ്റി പറഞ്ഞേക്കണം. അപ്പോൾ ഇപ്പോൾ മദ്രസയിൽ പരീക്ഷയാണ്, അപ്പോൾ ഒക്കെ പരീക്ഷയ്ക്ക് പോയിക്കണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഓലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് ഓലെ സ്കൂൾ ബസ്സൊക്കെ വന്ന് ഓലൊക്കെ മാറ്റി പറഞ്ഞയച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പണി അങ്ങോട്ട് എടുക്കണം, അത്ര തന്നെ. അപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട്. നമ്മളെ മാറാല തട്ടണ വടി കൊണ്ട് തട്ടിയിട്ട് കുറേ ദിവസമായിക്കണം. പിന്നെ ചൂലുകൊണ്ടാകുമ്പം അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു തട്ടിൽ തട്ടുന്നല്ലാതെ ഒന്നായിട്ടൊരു തട്ടിൽ തട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മാറാലൊക്കെ ഒന്ന് തട്ടട്ടെ എന്ന് വിചാരിച്ച്. ഇതൊക്കെ പോലെ പറഞ്ഞേച്ചിട്ടേ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇതും പറഞ്ഞാണ്ട് നമ്മളെ വിത്താല നടക്കും. ഞാൻ എത്ര പറഞ്ഞാലും ടൈം ടേബിളൊക്കെ വേണം നമ്മൾ നോക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പറയും നിങ്ങൾ നോക്കിക്കോളി മക്കളെ, എന്നാൽ വേറെ പണിയെടുക്കാമല്ലോ. അപ്പം നിങ്ങൾ നോക്കി ഇമ്മച്ചിയാറ്. അപ്പോൾ ഓല് നോക്കിയാൽ എന്താണെന്നറിയാം, ഒരു ബുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് നോക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണം മാറാലൊക്കെ തട്ടി വന്നപ്പോത്തിന് മക്കളെ തിജ്ജൊക്കെ അതിൻ്റെ പാട്ടിന് പോയിക്കണം കേട്ടോ. കാരണം തിജ്ജൊക്കെ പറ്റൊക്കെ ഇട്ടറിയിക്കണം. പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അത് കത്തിച്ചാൽ നിന്നാൽ അപ്പോൾ നേരം കുറച്ചുകൂടിയും വൈകും. അപ്പോൾ പിന്നെ തിളച്ച് നിൽക്കണ വെള്ളം ഉണ്ടായിനിയല്ലോ ചൂടായി കിടക്കണേ, നമ്മൾ ആ വെള്ളം അരിയൊക്കെ കേകിയ കുക്കറിൽ, ഇന്നും കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറിയും ഇട്ടിക്കണത്. അപ്പം ഇന്ന് വേഗം ഉണ്ടാവും കേട്ടോ. കാരണം അത് വെള്ളമൊക്കെ നല്ല ഉസാറായിട്ട് നല്ല ചൂടായ വെള്ളമാണ്. അപ്പോൾ ഒന്ന് വിസിൽ വരുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് ഓഫാക്കിയിട്ടാൽ മതിയല്ലോ. ചോറ് നല്ല അടിപൊളിയായിട്ട് വേഗം കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇപ്പോൾ നമ്മൾ കുറച്ച് പയറുണ്ടായിന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് വെക്കണ പയറാണ്. അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഒരു ഉപ്പേരിക്കാവുമ്പോഴാണ് നമ്മളിത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നാൾ കമൻറ്റിൽ ഉണ്ടായിന് കേട്ടോ, എന്തിനാ അങ്ങനെ പയർ ഇങ്ങനെ പൊട്ടിച്ചണേന്നില്ല. ഇങ്ങനെ പയർ പൊട്ടിച്ച് വെച്ചാൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പണ്ടുള്ളവർ പറയുന്നതാണ് കേട്ടോ, പയർ അരിഞ്ഞ് വെക്കണേക്കാട്ടും നല്ലതാണ് ഇങ്ങനെ പൊട്ടിച്ച് വെക്കണത്, അതാണ് രസം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പഴയ ഒരു കാലത്തോട് ഇങ്ങനെ അനുസരിച്ച് പോണ ഒരു വീട്ടമ്മയാണ് കേട്ടോ.
അങ്ങനെ അതാക്കണേ ഉള്ളി അരിഞ്ഞ് കരിയേപ്പ് ഇട്ട് നമ്മളെ പയർ കേകിയിട്ട് വെള്ളത്തിലിട്ടിന് കേട്ടോ. അപ്പോൾ അതൊന്ന് കേകിയിട്ട് നല്ലോണം ഒന്ന് ഇതാക്കി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊന്ന് പോകാതെക്കാൻ വേണ്ടി തരിപ്പിയിൽ നമ്മളെ ചായരിപ്പുണ്ടല്ലോ അതിലൊന്ന് അരിച്ചെടുക്കും കേട്ടോ. എന്നാൽ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, കുരുവൊക്കെ അതൊന്നും പോകില്ലല്ലോ. അങ്ങനെ നമ്മൾ പയറിട്ട് ഉപ്പിട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനി ചാറ് ഇന്നിപ്പോൾ എന്താണെന്ന് കരുതി ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മളെ ചക്കക്കുരു ഉണ്ടായിന് കേട്ടോ. അതിൻ്റെ ചോട്ടിൽ കടന്ന് ഇങ്ങനെ എത്താപ്പോൾ ജിഞ്ഞെടുക്കണില്ലേ ചോദിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്കക്കുരു ചാറ് വെക്കാമെന്ന് വിചാരിച്ച് ചക്കക്കുരു മുരിങ്ങയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അയലോക്കത്തെ താത്താൻ്റെ മുരിങ്ങാമരത്തുമൊക്കെ നോക്കുമ്പോൾ മുരിങ്ങന്നല്ല. അപ്പം ഇനിയിപ്പോൾ എന്താ കാട്ടേത്. അപ്പം എന്നാൽ ഇനി നമുക്ക് ചക്കക്കുരും തക്കാളി ഇട്ടിട്ട് അത് ചാറക്കാൻ വിചാരിച്ചിട്ടോ. ചക്കക്കുരു ചാറ് കൂട്ടിയിട്ട് കുറേ ദിവസം ആയിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ചക്കക്കുരൊക്കെ ഒന്ന് തോൽ ഒളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ചോറ് ഇങ്ങനെ വിസിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ ഓഫാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഊറ്റി നോക്കിയപ്പോൾ ഇതാ നമ്മളെ ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പയറുപ്പേരി ഇതാക്കണ സൂപ്പറായിട്ട് ആവും വെന്തിക്കണേ. അപ്പോൾ അങ്ങനെ ചോറായി ഉപ്പേരിയായി. അങ്ങനെ അതാ നമ്മളെ ചക്കക്കുരും തോലൊളിച്ചു. പിന്നെ തക്കാളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകം ഇട്ടിട്ട് തീ വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. തേങ്ങ നരക്കണില്ല കേട്ടോ. കുറേ തേങ്ങ വെച്ചിട്ട് കാര്യമല്ല, കാരണം നമ്മളെ മക്കൾക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ വെറുതെ ഉണ്ടാക്കിയേക്കല്ലേ. അപ്പോൾ തേങ്ങ അല്ലെങ്കിൽ തന്നെ തേങ്ങക്ക് പെരുമ്പലിയാണ്. അപ്പം ഇനി നമുക്ക് പിന്നെ തേങ്ങയും കൂടി അരച്ചിക്കാണ്ട് അത് ചിന്തുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. അപ്പം അങ്ങനെ ചാറൊക്കെ തീമിട്ടിട്ട് ഞാൻ വീതനൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ എന്താ വീതനം കൂടി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല കേട്ടോ. കാരണം ഇനി തുറക്കേണ്ട ആവശ്യം വരില്ല, എല്ലാ പണി കഴിഞ്ഞിക്കണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ രണ്ട് മൂന്ന് നമ്മളെ കുക്കർ കൂക്കിയ പോത്തിന് നമ്മളെ ചക്കക്കുരൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിക്കണം കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് ഉടഞ്ഞ് വരുന്നുണ്ടേ. അപ്പം ഞാൻ ഉടച്ചിക്കണം കേട്ടോ ഒന്ന് കയ്യിലേറ്റ്. അപ്പോൾ ഇതാക്കണേ കുറച്ച് പുളിയും കൂടിയും പാർന്നിക്കണേ. പുളിയിൽ ഞാൻ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് വെച്ചിരിക്കാൻ കേട്ടോ. എന്നാൽ വേഗം ഇങ്ങോട്ട് കുതിർന്നോളുമല്ലോ, അത് കരുതിയിട്ടാണ്. അങ്ങനെ അതും ആക്കി പിന്നെ ഞാൻ ചക്കക്കുരു ഇതാക്കണേ തൂമിച്ചാണ് കേട്ടോ. പിന്നെ കടുകിട്ട് കരിയേപ്പിട്ടിട്ട് തൂമിച്ചു. അങ്ങനെ ചാറ് റെഡിയായി. ഈ ചക്കക്കുരു ചാറ് കൂട്ടിയിട്ട് കുറേ ദിവസം ആയിക്കണ് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇതുണ്ട് കേട്ടോ ചാറ് കൂട്ടുമ്പോൾ. അങ്ങനെ ഇതാക്കണ നിന്നപ്പോഴാണ് പപ്പടം മാത്രമായപ്പോൾ ഞാൻ നമ്മളെ ചെറുക്കം അങ്ങാടിക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞടാ ഒരു മീനും ഒന്നുമില്ല, ഉണക്കലുണ്ട് രണ്ടിയാനക്കാണ്ട് ഞാൻ ഒരു 50 ഉറുപ്പ്യ കൊടുത്തൊരു ഉണക്കൽ വാങ്ങിക്കൊടുന്ന മക്കളെ. ഒരു 4-5 ഉണക്കലുണ്ട്, ഏതും വാങ്ങൂല, പെരും വിലയാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മീനൊക്കെ വില കുറയുമ്പോൾ കുറച്ച് മീൻ ഇങ്ങനെ കൊടുന്നുകാണ്ട് വാങ്ങുമ്പോണ്ടല്ലോ ഉണക്കണം വെച്ചാലോ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ കരുതും കേട്ടോ. തളമീനൊക്കെ ഇപ്പോൾ വിലക്കുറവിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണക്കി വെച്ചാലൊക്കെ ഇന്ന് ഉണക്കൽ തിന്നാൻ പൂതിയാകുമ്പോൾ തിന്നാൽ മതിയല്ലോ. പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ ഇത് കൊണ്ടുവന്നപ്പം. അപ്പം അങ്ങനെ ഏതായാലും മീനൊക്കെ ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.